ഹലോ മക്കൾസ്, ക്രിസ്മസ് എക്സാമിന് എന്തായാലും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും സാറേ എന്തുകൊണ്ടാണ് ഇത്ര ഉറപ്പ് പറയാൻ കാരണം? അങ്ങനെ ഒരു ഉറപ്പുണ്ടെന്ന് വിചാരിച്ചോടാ. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടൊന്നല്ല, നിങ്ങൾ പറയരുത് ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിച്ചതാണെന്ന്. അല്ലടാ, മോഷ്ടിച്ചതൊന്നല്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ക്രിസ്മസ് എക്സാമിന് എന്തായാലും വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഇത്രയും കാലത്തെ പരിചയ സമ്പന്നത കൊണ്ട് ഞാൻ പറയാണ് നിങ്ങൾക്ക്. സൂഫി മൂവ്മെന്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന മക്കളെ, സൂഫി മൂവ്മെന്റ് അല്ലെങ്കിൽ സൂഫി പ്രസ്ഥാനത്തെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. എടാ, എന്താണ് ലാൻഡ് സിന്തസിസ് അല്ലെങ്കിൽ സമന്വയത്തിന്റെ ഇന്ത്യ എന്നുള്ള ചാപ്റ്ററിൽ ഭക്തി മൂവ്മെന്റ് നമ്മൾ നോക്കിയിരുന്നു. എന്തായാലും വരുമെന്ന് പറഞ്ഞിരുന്നു. സൂഫി മൂവ്മെന്റ് ആണ് ഇനി അടുത്തത് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ വീരശൈവ പ്രസ്ഥാനവും വരാൻ സാധ്യതയുള്ളതാണ്. നോക്കാം, സൂഫി മൂവ്മെന്റിന്റെ കാര്യങ്ങളാണ് നോക്കുന്നത്, അല്ലെങ്കിൽ സൂഫി പ്രസ്ഥാനം. മക്കളെ, സൂഫി പ്രസ്ഥാനം നിങ്ങൾ സൂഫിയും സുജാതയും കണ്ടിട്ടില്ലേ? സൂഫിയും സുജാതയും സിനിമ കണ്ടിട്ടില്ലേ? അതിൽ ആ പയ്യൻ അല്ലെങ്കിൽ ആദ്യത്തെ നായകൻ എങ്ങനെയാണ് വേഷവിധാനങ്ങൾ? ഒരു സാധാരണ വേഷം, അല്ലാതെ ജീൻസും ബുള്ളറ്റ് അല്ലെങ്കിൽ റോൾസ് റോയ്സ് വണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് അല്ല, സാധാരണ ഒരു വേഷം ധരിച്ചിട്ടായിരിക്കും. എപ്പോഴും പള്ളിയുമായിട്ട് അല്ലെങ്കിൽ എപ്പോഴും ദൈവവുമായിട്ട് അടുത്തിട്ടായിരുന്നു അവരിങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നു. ഒരിക്കലും വലിയ മാളിക കൊട്ടാരങ്ങളോ അല്ലെങ്കിൽ കൊട്ടാരങ്ങളിലൊന്നല്ല ജീവിക്കുന്നത്. അവരെപ്പോഴും പള്ളികളിൽ അങ്ങനെയൊക്കെ ദൈവവുമായിട്ട് എപ്പോഴും അടുത്തവരായിരുന്നു ഈ സൂഫി മൂവ്മെന്റ്. ആ സിനിമയിൽ തന്നെ കണ്ടിട്ടില്ലേ? ആ സിനിമ തന്നെയാണ് മക്കളെ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തരുത്, ആ സിനിമയിലുള്ള കാര്യങ്ങൾ എഴുതാൻ നിൽക്കരുത് മക്കളെ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ലക്ഷറി ലൈഫ്, നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ലക്ഷറി ലൈഫ്. അവർക്ക് എന്തുണ്ടായിരുന്നില്ല മക്കളെ? ആഡംബര ജീവിതത്തോടെ അത്ര വലിയ ഒരു രസകരമായിട്ടുള്ള സംഭവം എന്നല്ല. ആഡംബര ജീവിതം വളരെ കുറവായിരുന്നു. ഇമ്പോർട്ടൻസ് ടു സ്പിരിച്വൽ ലൈഫ്. അവരെപ്പോഴും എന്തായിരുന്നു? ഒരു സ്പിരിച്വൽ ലൈഫിലേക്കായിരുന്നു പോയത്, അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് മടങ്ങിയവരായിരുന്നു ഈ സൂഫി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ. പിന്നെ ഡിവോഷൻ, റീച്ച് ക്ലോസ് ടു ദി ഗോഡ്. ഡിവോഷൻ എന്ന് വെച്ചാൽ ആരാധന കൊണ്ട് ഇവർ എങ്ങനെയാണ് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ നോക്കിയവരായിരുന്നു സൂഫി വര്യന്മാർ എന്ന് പറയുന്നത്. വൺ ഹു റിയലി ലവ്സ് ദി ഗോഡ് വിൽ ബി ക്ലോസ് ടു ഗോഡ് ആസ് വെൽ ആസ് ദി പീപ്പിൾ അറൗണ്ട് ഹിം. അവർ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്താൽ നമുക്ക് ചുറ്റുമുള്ളവരോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ ക്ലോസ് ആവാൻ പറ്റും, അല്ലെങ്കിൽ അടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരാൾ ദൈവത്തെ സ്നേഹിച്ചാൽ എന്താണ്? അടുത്തത് റെസ്പെക്ട് ഓൾ ഹ്യൂമൻ ബീയിങ്സ്. അതുപോലെ തന്നെ സൂഫിസം പറയുന്നത് എല്ലാ മനുഷ്യന്മാരെയും എന്ത് ചെയ്യുക? റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. അത് തന്നെയല്ലടാ നമ്മളും പറയുന്നത് അല്ലേ? റെസ്പെക്റ്റ് ചെയ്യേണ്ടേ എല്ലാവരും എന്ത് ചെയ്യണം? മനുഷ്യന്മാരെയും മറ്റ് ജീവജാലങ്ങളെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ സൂഫി മൂവ്മെന്റിലും അത് തന്നെയാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മക്കളെ, ഒരു മാർക്കിനൊക്കെ ഇതിൻ്റെ ഇടയിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് കാങ്കാവുകൾ. കാങ്കാവുകൾ എന്ന് പറഞ്ഞാൽ അവർ താമസിച്ചിരുന്ന സ്ഥലത്തെ പറയുന്ന പേരാണ് കാങ്കാവുകൾ എന്നാണ് പറയുക. കാങ്കാവുകൾ സൂഫികളുടെ താമസ സ്ഥലമാണ് കാങ്കാവുകൾ. ഇനി അവരുടെ പാട്ടില്ല മക്കളെ, അവർക്കൊരു ഡിവോഷൻ സോങ് ഉണ്ട്, ഒരു എന്തുണ്ട്, ഭക്തി ഗാനമുണ്ട്. ആ ഭക്തി ഗാനത്തെ വിളിക്കുന്ന പേരാണ് കവാലീസ് എന്നാണ് വിളിക്കുന്നത്. കവാലികൾ അവരുടെ ഭക്തി ഗാനങ്ങളാണ്. The Sufis helped to maintain relation among the different religions during the Sultanate and Mughal period. സൽത്താനത്ത് കാലത്തും മുഗൾ കാലഘട്ടത്തിലും വിവിധ മതസ്ഥർക്കിടയിൽ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചിരുന്നു? സൂഫികൾ ശ്രമിച്ചിരുന്നു. അപ്പൊ മക്കളെ, സൂഫി മൂവ്മെന്റ് ക്ലിയർ ആയോ മക്കളെ? സൂഫി മൂവ്മെന്റ് സെറ്റായോ? സെറ്റല്ലേ? അപ്പൊ ഇത്രയും എന്ത് ചെയ്താൽ മതി? സൂഫി മൂവ്മെന്റിന്റെ കാര്യങ്ങളിൽ പഠിച്ച് പോയാൽ മതി. സെറ്റല്ലടാ? ഹാപ്പി അല്ലടാ? അപ്പൊ ക്രിസ്മസ് എക്സാം പൊളിക്കുക, വീണ്ടും 4 മാർക്ക് സ്വന്തമാക്കാം. ബൈ ബൈ.